നമസ്കാരം. റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ. അഗസ്ത്യൻമുഴി, മണാശ്ശേരി എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി മുക്കം മേഖല ബസ് ഓണേഴ്സ് അസോസിയേഷൻ. ദേശീയ വ്യാപാര ദിനത്തിൽ പതാക ഉയർത്തിയും മധുര വിതരണം നടത്തിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ്. മുസ്ലിം ലീഗ് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമെന്ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് കാരശ്ശേരി പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിവൈഎഫ്ഐ മുക്കം മുനിസിപ്പൽ യൂത്ത് മാർച്ചിന് തുടക്കമായി. യുദ്ധവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ച് വിദ്യാലയങ്ങൾ. മരണ അറിയിപ്പ്. വാർത്തകൾ വിശദമായി. അഗസ്ത്യൻമുഴി, മണാശ്ശേരി എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി മലയോര മേഖല ബസ് ഓണേഴ്സ് അസോസിയേഷൻ. ഈ ആവശ്യമുന്നയിച്ച് തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ്, മുക്കം പോലീസ് എന്നിവർക്ക് കുന്നമംഗലം മുക്കം മലയോര മേഖല ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നിവേദനം സമർപ്പിച്ചു. മുക്കം കോഴിക്കോട് ഭാഗത്തേക്കും തിരിച്ചും പോകുന്ന ബസ്സുകൾക്ക് പലപ്പോഴും അഗസ്ത്യൻമുഴിയിലെയും മണാശ്ശേരിയിലെയും ഗതാഗതക്കുരുക്ക് കാരണം ട്രിപ്പ് പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും കൃത്യസമയം പാലിച്ചോടാൻ പറ്റാത്തതിനാൽ ബസ്സുകാർ തമ്മിലോ യാത്രക്കാർ തമ്മിലോ ഉള്ള വാക്കുതർക്കവും ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. വിദ്യാർത്ഥികളുടെ യാത്രയെപ്പോലും ഇത് ബാധിക്കുന്നു. കൂടാതെ ബസ് തൊഴിലാളികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമകളാവുന്നു. ഇത് അപകടത്തിന് വഴിയൊരുക്കുന്നു. ഈ അവസ്ഥയ്ക്കൊപ്പം സാമ്പത്തിക നഷ്ടം കൂടി ഉണ്ടാകുന്നതായാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്. രണ്ടിടത്തും പലപ്പോഴും നാട്ടുകാർ ഇടപെട്ടാണ് ഗതാഗതക്കുരുക്ക് അഴിക്കുന്നത്. പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തി ഗതാഗതക്കുരുക്കഴിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മലയോര മേഖല ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഭിലാഷ് CD, സെക്രട്ടറി ബിജു പൂതക്കണ്ടി എന്നിവരടങ്ങുന്ന സംഘമാണ് നിവേദനം സമർപ്പിച്ചത്. ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും മധുര വിതരണവും സംഘടിപ്പിച്ചു. രാവിലെ 9 മണിക്ക് വ്യാപാര ഭവന് സമീപം പ്രസിഡന്റ് P. അലി അക്ബർ പതാക ഉയർത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക, PP മജീദ്, ടിറ്റോ തോമസ്, ചാലിയർ അബ്ദുസലാം, CK ഹാരിസ് ബാബു, TP സാദിഖ്, MT അസ്ലം, MK ഫൈസൽ, NK മുഹമ്മദ് അലി, KC നൂറുദ്ദീൻ, റൈഹാന നാസർ, മോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം മാനുഷിക മൂല്യങ്ങളും സഹാനുഭൂതിയും സഹിഷ്ണുതയും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്ഥാനമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം കറുത്തോറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങൾ രാഷ്ട്രീയത്തിലും അനിവാര്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെല്ലിക്കാപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച ശക്തിപ്രകടനം സമ്മേളനത്തിന് മാറ്റുകൂട്ടി. വിവിധ സെഷനുകളിലായി നടന്ന സാമൂഹ്യ ഇടപെടലിനെയും വ്യത്യസ്തമായ പരിപാടിയെയും തങ്ങൾ അഭിനന്ദിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PM സുബൈർ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PP മനാഫ് എന്നിവർ പ്രസംഗിച്ചു. ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് EP ബാബു, നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് CK കാസിം, ജനറൽ സെക്രട്ടറി PG മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, മുസ്ലിം ലീഗ് നേതാക്കളായ യൂനുസ് പുത്തലത്ത്, VA നസീർ, K കോയ, MT സയ്യിദ് ഫസൽ, PC ബഷീർ, KP അബ്ദുള്ള, CK ഉമ്മർ സുല്ലമി, TP ജബ്ബാർ, NP കാസിം, MT മെഹസിൻ, KM അഷ്റഫ് അലി, അലി വാഹിദ്, മുബഷീർ മലാങ്കുന്ന്, AK ഫൈസ്, നടുക്കണ്ടി അബൂബക്കർ, TP അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കാരശ്ശേരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സലാം തേക്കുകുറ്റി സ്വാഗതവും ട്രഷറർ ഗസീബ് ചാലൂളി നന്ദിയും പറഞ്ഞു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനത്തിൽ മുക്കത്ത് നടക്കുന്ന സമരസംഗമത്തിൻ്റെ പ്രചരണാർത്ഥം DYFI മുക്കം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9, 10 തീയതികളിൽ നടക്കുന്ന യൂത്ത് മാർച്ചിന് തോട്ടത്തിൻ കടവിൽ തുടക്കമായി. യൂത്ത് മാർച്ച് DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം T. വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ആദിൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം ദിബു പ്രനാഥ്, വൈസ് ക്യാപ്റ്റൻ അഖില T, ജാഥ മാനേജർ അഖിൽ PP, ആദർശ്, ഷിജിൽ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ നൗഫൽ സ്വാഗതവും വിഷ്ണുരാജ് നന്ദിയും പറഞ്ഞു. ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഹിരോഷിമ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി NSS വളണ്ടിയർമാർ 300ഓളം സൊഡാക്കോ കുക്കികളെ ഉണ്ടാക്കി മരച്ചില്ലയിൽ കൊളുത്തി യുദ്ധവിരുദ്ധ മരം നിർമ്മിച്ചു. ചെറുവാടി കവിലട റോഡരികിലാണ് യുദ്ധവിരുദ്ധ മരം സ്ഥാപിച്ചത്. പ്രിൻസിപ്പൽ ഷക്കീബ് കീലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ U. സുജിത്ത്, അധ്യാപകരായ P. അബ്ദുൾ ജബ്ബാർ, രഞ്ജിത്ത് വാരിയത്ത്, സിബിച്ചൻ വർഗീസ്, അമൽ തുടങ്ങിയവർ സംസാരിച്ചു.
വളണ്ടിയർ ലീഡർ ഫിസ ഷുക്കൂർ, നിവേദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ ദിനം ആചരിച്ചു. യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും യുദ്ധവിരുദ്ധ ചങ്ങല തീർക്കുകയും ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ KT സലീം, ഫഹദ് ചെറുവാടി, ഇർഷാദ് ഖാൻ, K ലുക്മാൻ, നജീവ ഹനീൻ, ആയിഷ തമന്ന, അൻഷിൽ, അമൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മുക്കം ഐഡിയൽ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ആറ്റം ബോംബ് സ്ഫോടനത്തിൻ്റെ ഓർമ്മ പുതുക്കി യുദ്ധവിരുദ്ധ ദിനം ആചരിച്ചു. AP മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. AM ഷിനു അധ്യക്ഷനായി. ലൈബ്രറി സെക്രട്ടറി AM ജമീല, TP റഷീദ് കുമാരനല്ലൂർ, KD പങ്കജവല്ലി, രഞ്ജു, ഷിനു തുടങ്ങിയവർ സംസാരിച്ചു. ബാലവേദി, വനിതാവേദി അംഗങ്ങളും പങ്കെടുത്തു. മരണം. മുക്കം നഗരസഭയിലെ ആദ്യകാല മുസ്ലിം ലീഗ് നേതാവും മുത്താലം മഹല്ല് മുൻ പ്രസിഡന്റുമായിരുന്ന മലാങ്കുന്നത്ത് അബ്ദുൽ ഖാദർ ഹാജി നിര്യാതനായി. ഭാര്യ സൈനബ, മക്കൾ മുനീർ, അബ്ദുസലാം, മൈമൂന. മയ്യത്ത് നമസ്കാരം ശനിയാഴ്ച വൈകുന്നേരം 4:15 മുത്താലം തെച്ചാട്ടിൽ ജുമാ മസ്ജിദിൽ നടന്നു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.